സി യൂഷ്വലി ഇത്തരം പേഷ്യൻസ് വളരെ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ മരുന്നുകളിൽ നിന്ന് തന്നെ വ്യത്യാസം മാറുവാണല്ലോ ചെയ്യുന്നത്. പലരും നമ്മൾ കാണാറുണ്ട് വളരെ പ്രായമായിട്ടുള്ളവർ പോലും വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഇതുമായിട്ട് യോജിച്ച് ഈ ട്രീറ്റ്മെൻറ്റുമായിട്ട് യോജിച്ച് പോകാനും ഈവൻ ഇപ്പം ഞാൻ അതിനൊരു എക്സാമ്പിൾ തന്നെ പറയാം. ഇദ്ദേഹം ഒരു 70 വയസ്സുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഓൾറെഡി മൾട്ടിപ്പിൾ രോഗങ്ങളാണ്. ANA പോസിറ്റീവാണ്, SLE ഉണ്ടെന്നറിയാം, മുട്ടിന് വേദനയാണ്, നീ റീപ്ലേസ്മെൻറ്റ് പറഞ്ഞിട്ടുള്ള പേഷ്യൻ്റാണ്, ആർത്രൈറ്റിസ് ഓസ്റ്റിയോ ആർത്രൈറ്റിസും ഉണ്ട്, അതിൻ്റെ കൂടെ ഈ ഓട്ടോ ഇമ്മ്യൂൺ ആർത്രൈറ്റിസ് കൂടെ ഉണ്ട്. അതാണ് SLEയുടെ പാർട്ടായിട്ട് ശരിക്കും റുമറ്റോയ്ഡ് നേച്ചറാണ്. ഹാർട്ടിന് ഓൾറെഡി ഒരു സ്റ്റെൻറ്റ് ഇട്ടിട്ടുണ്ട്, കാർഡിയാക് പേഷ്യൻ്റാണ്. ഹൈപ്പർ ടെൻഷന് വേണ്ടിയിട്ട് മൾട്ടിപ്പിൾ മരുന്നുകളാണ് കഴിക്കുന്നത്, എന്നാലും പ്രഷർ കൺട്രോൾ അല്ല. ആക്ച്വലി ഇദ്ദേഹം എൻ്റെ അടുത്ത് ട്രീറ്റ്മെൻറ്റിന് വരുന്നത് കുറേ അധികം മരുന്നുകൾ കഴിക്കുന്നുണ്ട്. കിഡ്നിക്ക് ഓൾറെഡി GFR കിഡ്നിക്ക് വേണ്ടിയിട്ടും മരുന്നെടുക്കുന്നുണ്ട്, GFR കുറവുണ്ട്. പിന്നെ HCQ കഴിക്കുന്നുണ്ട്, വൈസലോൺ കഴിക്കുന്നുണ്ട്. പ്രോസ്റ്റേറ്റിന് വേണ്ടിയിട്ട് മിക്കവാറും ഉള്ള ഏജ് കൂടിയവർക്കൊക്കെ പ്രായമായവർക്കൊക്കെ തന്നെ പ്രോസ്റ്റേറ്റ് പ്രോബ്ലം ഉണ്ട്, അതിന് വേണ്ടിയിട്ട് സ്റ്റാംസിലോസിൻ കഴിക്കുന്നുണ്ട്, പ്രസോസിനുണ്ട്, ഓൾമിസാർട്ടാനുണ്ട്, മെറ്റപ്രലോളുണ്ട്, നെവിബിലോളുണ്ട്. 4 തരം മരുന്ന് പ്രഷറിന് കഴിക്കുന്നുണ്ട്, എന്നാലും പ്രഷർ കൺട്രോൾ അല്ല. പിന്നെ കൊളസ്ട്രോളിന് വേണ്ടിയിട്ടുണ്ട്, ക്ലോപ്പിഡോഗ്രലുണ്ട്, പിന്നെ പിന്നെ ആസ്മയ്ക്ക് വേണ്ടിയിട്ടുണ്ട്. ഈ ഒരു ഓട്ടോ ഇമ്മ്യൂൺ നേച്ചറുള്ള ഒരു ILD, അതിനാണ് ഈ ലങ്സിന് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ എടുക്കുന്നത്. അപ്പം മൾട്ടിപ്പിൾ സിസ്റ്റത്തെ ബാധിച്ചിട്ടുണ്ട്, അലർജിക്കാണ്. അപ്പം ഇദ്ദേഹത്തിന് പോലും, അതായത് ഹാർട്ടിൻ്റെ പ്രോബ്ലം ഉണ്ട്, ലങ്സിൻ്റെ പ്രോബ്ലം ഉണ്ട്, ഇദ്ദേഹത്തിന് പോലും വളരെ സ്മൂത്തായിട്ട് തന്നെ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ഫോളോ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. കാരണം ഇതിൽ എക്സസൈസ് എന്ന് പറയുമ്പം യൂഷ്വലി ആർത്രൈറ്റിസ് ഒക്കെ ഉള്ളവർക്കാണെങ്കിലും ചെയ്യാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ കിടന്നുകൊണ്ടോ അല്ല ഇരുന്നുകൊണ്ടോ ഉള്ള എക്സസൈസ് മാത്രമേ ഉള്ളൂ. ഈവൻ നീ റീപ്ലേസ്മെൻറ്റ് പോലും പറഞ്ഞിട്ടുള്ള പേഷ്യൻ്റാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് വന്ന ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബേസിക്കലി ഇദ്ദേഹത്തിൻ്റെ അതേ മരുന്നുകളെല്ലാം തന്നെ കുറച്ചുകൊണ്ട് നിർത്താൻ പറ്റി. പക്ഷേ ചിലപ്പോൾ അതായത് വൈഫ് വളരെ സെൻസിറ്റീവാണ്. അപ്പോൾ രാത്രിയിലൊക്കെ പോയി ഇടയ്ക്ക് BP നോക്കുമ്പോൾ എപ്പോഴെങ്കിലും കൂടുതലുണ്ടെങ്കിൽ അന്നേരം ഒരു മരുന്ന് കൊടുക്കും. അപ്പോൾ അത് ഒരു നിഫിഡിപ്പിൻ ആ ഗ്രൂപ്പിലുള്ള കാൽസ്യം വിറ്റാമിൻ ബ്ലോക്കർ മരുന്ന് കൊടുക്കും. അല്ലെങ്കിൽ ബാക്കിയുള്ള മരുന്നുകളെല്ലാം കുറച്ചുകൊണ്ടൊന്ന് നിർത്താൻ പറ്റിയെന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബോഡിയിൽ വന്ന ചേഞ്ചും, അതായത് 70 വയസ്സുള്ള ആൾക്ക് പോലും ബോഡിയിൽ വന്നിലും കൂടെ ആ വെയിറ്റ് കുറയ്ക്കാനും കൂടെ പറ്റുന്നുണ്ടെന്നുള്ളതാണ്. 79 കിലോ ഉണ്ടായിരുന്ന ആൾ 90 ഡേയ്സ് ആയപ്പോഴേക്കും 67ലേക്ക് വരാൻ പറ്റി. 150 ഡേ ആയപ്പോഴേക്കും 61 kg വരാൻ പറ്റി. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.